SLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗം കൊറോഷൻ ഓഫ് മെറ്റൽസ്, ലോഹനാശനം. ഇനി ഈസി ആയിട്ട് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, നോക്കാം. കൊറോഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹനാശനം എന്ന് പറയുന്നത് എന്താണ്? പേരിൽ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, പേരിൽ തന്നെ മനസ്സിലാവും. മെറ്റൽസ്, ലോഹങ്ങൾ നശിച്ചു പോകാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിളാണ് ഇരുമ്പ് എന്ത് ചെയ്യാറുണ്ട്? തുരുമ്പെടുത്ത് പോകാറുണ്ട്. ഓക്കെ, അയണിൽ റസ്റ്റ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. നോക്കാം, എന്താണ് കൊറോഷൻ അഥവാ ലോഹനാശനം എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, ഒരു മെറ്റൽ ശ്രദ്ധിക്കണം, ഒരു മെറ്റല്, ആ മെറ്റല് അതിൻ്റെ സറൗണ്ടിങ് മീഡിയവുമായിട്ട്, അതിൻ്റെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരു മാധ്യമവുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിന് ഒരു രാസമാറ്റം, ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഹനാശനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻ നോക്കാം. എ മെറ്റൽ റിയാക്ട് വിത്ത് സറൗണ്ടിങ് മീഡിയം. ഒരു മെറ്റല് അതിൻ്റെ സറൗണ്ടിങ് മീഡിയം, അതിൻ്റെ ചുറ്റുപാടുള്ള ഒരു മാധ്യമവുമായിട്ട് പ്രവർത്തിച്ചിട്ട് അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്, ഒരു രാസമാറ്റത്തിന് വിധേയമാകുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ലോഹനാശനം എന്ന് പറയാം. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, നോക്കാം. ഇപ്പോൾ ഇത് നമ്മളൊരു അയൺ, ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണമാണെന്ന് വിചാരിക്കുക. നമ്മളത് എയറിൽ വെറുതെ ഇങ്ങനെ അവിടെ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടുള്ള, അതിൻ്റെ സറൗണ്ടിങ്ങുള്ള ഒരു മീഡിയമാണ് എയർ എന്ന് പറയുന്നത്. എയർ, ഈ എയറിൽ നമുക്കറിയാം ഓക്സിജൻ ഉണ്ട്, മോയിസ്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ എയറിലുണ്ട്. അപ്പോൾ ഈ ഓക്സിജനുമായിട്ടൊക്കെ ഇരുമ്പ് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഈ ഇരുമ്പിൻ്റെ മുകളിൽ എന്ത് ഫോം ചെയ്യും? ഓക്സൈഡുകൾ ഫോം ചെയ്യും. ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ അതിൻ്റെ മുകളിൽ ഫോം ചെയ്യും. ഞാനിവിടെ ഇരുമ്പ് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സമയം കഴിയുമ്പോൾ ഈ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഓക്സൈഡുകൾ ഫോം ചെയ്യും. അങ്ങനെ ആ ഇരുമ്പിൻ്റെ മുകളിൽ ഓക്സൈഡ് ഉണ്ടാവുന്ന ആ ഓക്സൈഡുകളെയാണ് നമ്മൾ ഈ തുരുമ്പ് അഥവാ റസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചുറ്റുപാടുകളിലുമുള്ള ഈ മീഡിയവുമായിട്ട്, മാധ്യമവുമായി പ്രവർത്തിച്ച് ഈ ലോഹങ്ങൾക്ക് രാസമാറ്റങ്ങൾ നടക്കുമ്പോഴാണ് ലോഹങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്? ലോഹങ്ങൾ നശിക്കുന്നു അഥവാ ലോഹനാശനം, കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് കൊറോഷൻ? ഒരു ലോഹം അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും മാധ്യമവുമായുള്ള പ്രവർത്തനം മൂലം രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തിനാണ് എന്ത് പറയുക? ലോഹനാശനം എന്ന് പറയാം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. എന്നാൽ ഇവിടെ എന്താണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്? ശ്രദ്ധിക്കുക, അടുത്ത സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇതാണ്. ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്നുള്ളത് കെമിസ്ട്രിയിലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിയാശീല ശ്രേണിയിൽ നമുക്കറിയാം, ക്രിയാശീല ശ്രേണിയിൽ 1ാമത്തെ ആളാണ് ആര് എന്ന് പറയുന്നത്? പൊട്ടാസ്യം. അതുപോലെ തന്നെ 2ാമതാണ് സോഡിയം, പിന്നെ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, നിക്കൽ ഉണ്ട്. ഇങ്ങനെ ക്രിയാശീല ശ്രേണി ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ വരുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? മുകളിൽ വരുന്ന ആളുകൾ ഹൈലി റിയാക്റ്റീവാണ്, പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെച്ചുന്ന ഒരു ലോഹത്തിൻ്റെ പ്രത്യേകത, അത് ക്രിയാശീല ശ്രേണിയുടെ മുകളിലുള്ള റിയാക്ടിവിറ്റി കൂടിയ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ സറൗണ്ടിങ് മീഡിയവുമായിട്ട് അത് പെട്ടെന്ന് രാസപ്രവർത്തനം നടക്കുകയും, അങ്ങനെ സറൗണ്ടിങ് മീഡിയവുമായിട്ട് പെട്ടെന്ന് രാസപ്രവർത്തനം നടന്നാൽ ഈ ലോഹം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കൊറോഷൻ നടക്കുന്നു അഥവാ നശിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നോക്കി നമ്മൾ സെൻറ്റൻസ് നോക്കാം. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എളുപ്പത്തിൽ നശിക്കുന്നു. കാരണം എന്താ? അത് പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അപ്പോൾ റിയാക്ടിവിറ്റി, ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റല് കൊറോഡ് ഫാസ്റ്റർ, പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ താഴെയുള്ള റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല, ലോഹനാശനം നടക്കണില്ല, കൊറോഷൻ നടക്കണില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പറയേണ്ടത് അതിന് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അടുത്ത പോയിന്റ് അതിൽ പഠിച്ചു വെക്കേണ്ടതാണ്, റിയാക്ടിവിറ്റി കൂടിയ ആളുകൾക്ക് കൊറോഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾക്ക് കൊറോഷൻ അഥവാ നാശനം, ലോഹനാശനം എന്തുമായിരിക്കും? കുറവുമായിരിക്കും. അപ്പോൾ 2 പോയിന്റുകളാണ് പഠിച്ചത്. എന്തൊക്കെയാണ് പറയും? ഒന്ന്, എന്താണ് ലോഹനാശനം? പിന്നെ നമ്മൾ ക്രിയാശീലം കൂടിയ ആളുകളുടെ ലോഹനാശനം കൂടുതലും, ക്രിയാശീലം കുറഞ്ഞ ആളുകളുടെ ലോഹനാശനം എന്തുമായിരിക്കും? കുറവുമായിരിക്കും. റെഡിയാണല്ലോ? ഇനി ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ക്രിയാശീല ശ്രേണിയിൽ അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തിനേക്കാൾ താഴെയാണ് ആരുള്ളത്? അയണുള്ളത്, ഇരുമ്പുള്ളത്.
നമുക്ക് തന്നെ അറിയാം, അലൂമിനിയവും ഇരുമ്പും വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് പെട്ടെന്ന് കൊറോഷൻ നാശനം നടക്കേണ്ടത് ശരിക്കും ക്രിയാശീലം കൂടിയ ആർക്കാണ്? അലൂമിനിയത്തിനാണ്. പക്ഷെ അലൂമിനിയം നശിച്ചു പോകുന്നതിനേക്കാൾ പെട്ടെന്ന് നശിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഇരുമ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ കാരണസഹിതം എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം, ചോദിക്കാം. നോക്കിക്കോളി. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അലൂമിനിയം എന്ന് പറയുന്ന ആൾ ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ വരുന്ന ലോഹമാണെങ്കിലും ഒരു പരിധി വരെ ലോഹനാശനത്തിനെ ചെറുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല. ശരിക്കും ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി സീരീസിൻ്റെ മുകളിൽ വരുന്ന ആൾ ശരിക്കും പെട്ടെന്ന് നശിച്ചു പോകുന്നു. പക്ഷേ അലൂമിനിയം എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ പെട്ടെന്ന് കൊറോഷൻ നടക്കണില്ല. എന്താണ് അതിൻ്റെ കാരണം? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു അലൂമിനിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ അലൂമിനിയത്തിൻ്റെ സറൗണ്ടിങ് മീഡിയമായിട്ട് ഇവിടെ എന്തുണ്ട്? എയർ ഉണ്ട്. ആ എയറിലെ എന്തുമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു? ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ അലൂമിനിയം ഈ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റും എന്തുണ്ടാവുന്നു? അലൂമിനിയത്തിൻ്റെ ഒരു ഓക്സൈഡിൻ്റെ ഒരു കോട്ടിങ്, ഒരു ആവരണം അതിൻ്റെ ചുറ്റും ഉണ്ടാവുന്നു. ഇപ്പോൾ ഇരുമ്പിൻ്റെ മുകളിൽ ഒരു ആവരണം ഉണ്ടാവുന്നു, അതിനാണ് നമ്മൾ തുരുമ്പ് എന്ന് പറഞ്ഞത്. ഇതേപോലെ അലൂമിനിയത്തിന് മുകളിൽ ഒരു ഓക്സൈഡിൻ്റെ കോട്ടിങ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. നോക്കിളി, ഈ ഓക്സൈഡിൻ്റെ പ്രത്യേകത ഇത് നോൺ പോറസ് ആണ്. നോൺ പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? സുഷിരങ്ങളില്ലാത്ത ഒരാവരണമാണ്. അതുപോലെ തന്നെ തിന്നാണ്. തിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? നേരിയത്, കനം കുറഞ്ഞതാണ്. അപ്പോൾ നോക്കി, ഇതൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു പീസാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അലൂമിനിയം ഈ എയറിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചു. അങ്ങനെ ഇതിന് ചുറ്റും എന്തുണ്ടായി? ഒരു ഓക്സൈഡിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ആ ആവരണത്തിൻ്റെ പ്രത്യേകത എന്താ? അത് തിന്നാണ്, നേരിയത, കനം കുറഞ്ഞതാണ്. പിന്നെന്താണ്? നോൺ പോറസ്, അതിന് സുഷിരങ്ങളില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇതിൻ്റെ ചുറ്റും ഒരു ആവരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിന് സുഷിരങ്ങളില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓക്സിജനുമായിട്ട് ഈ അലൂമിനിയം വല്ലാതെ എന്ത് ചെയ്യില്ല? പ്രവർത്തിക്കില്ല. കാരണം ഇതിന് ചുറ്റും ഒരു കോട്ടിങ് ഓൾറെഡി വന്നു. അത് ഭയങ്കര തിന്നായിട്ടുള്ള കോട്ടിങ്ങാണ്, സുഷിരങ്ങളില്ലാത്ത കോട്ടിങ്ങാണ്. അപ്പോൾ പിന്നീട് ഒരു നാശനം നടക്കാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ഒന്നുകൂടി, അലൂമിനിയം പെട്ടെന്ന് ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ മേലൊരു ഓക്സൈഡിൻ്റെ ആവരണം ഉണ്ടായി. ഓക്കെ, അത് തിന്നും സുഷിരങ്ങളില്ലാത്തതുമായതിനാൽ പിന്നീട് ഒരു നാശനം അതിനെന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. നോക്കി, അലൂമിനിയം മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമ്മൾ 2 ആളെയും കൂടി ഓർത്ത് വെക്കണം. ആരാണ്? അലൂമിനിയം ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക്, ടിന്ന്. ആരൊക്കെയാണ്? അലൂമിനിയം, സിങ്ക്, ടിന്ന്. എന്താ അവരുടെ പ്രത്യേകത? ലോഹങ്ങളിലെ ഓക്സൈഡ് ആവരണങ്ങൾ. ആദ്യം ഇവിടെ ഒരു ഓക്സൈഡിൻ്റെ ആവരണം ഉണ്ടാവും. ഓക്കെ, ആ ആവരണങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് നേരിയത് അഥവാ തിന്നാണ്. ഓക്കെ, പിന്നെന്താണ്? സുഷിരങ്ങളില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നോൺ പോറസുമാണ്. തുടർന്നുള്ള ലോഹനാശനത്തിൽ ലോഹത്തെ സംരക്ഷിക്കുന്നു. ആദ്യം ഒന്ന് പ്രവർത്തിച്ചിട്ട് ഒരു ഓക്സൈഡ് ഉണ്ടാവും, പക്ഷേ പിന്നീട് പ്രവർത്തിക്കാൻ ഈ ഓക്സൈഡുകൾ അതിനെന്ത് ചെയ്യില്ല? സമ്മതിക്കില്ല. കാരണം എന്താ? അവിടെ ഉണ്ടായ ഓക്സൈഡുകൾ നോൺ പോറസ് ആൻഡ് തിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ പോയിൻ്റ് കേട്ടോ, നോൺ പോറസ് ആൻഡ് തിന്നാണ് എന്നുള്ളത്. റെഡി? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നില്ല? ലോഹനാശനം ഒരു പരിധി വരെ നമുക്ക് അലൂമിനിയത്തിന് എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. എന്നാൽ നമുക്കൊക്കെ അറിയാം, പെട്ടെന്ന് ലോഹനാശനം അല്ല, അലൂമിനിയത്തിനേക്കാൾ കൂടുതൽ പെട്ടെന്നൊക്കെ നശിച്ചു പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമല്ല ഇരുമ്പ്, തുരുമ്പിടിച്ച് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ഇരുമ്പിനുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയും ചോദിക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ശ്രദ്ധിച്ചോളി. ഇരുമ്പിൻ്റെ നാശനം ഇതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇരുമ്പിൽ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ഇതേ കൺസെപ്റ്റ് നോക്കിയോളി. നമ്മൾ ആദ്യം ഇരുമ്പിൻ്റെ ഒരു പീസ് എടുത്തു. ഓക്കെ, ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തു. നേരത്തെ അലൂമിനിയം എടുത്തു, അതേപോലെ ഇവിടെ ഇരുമ്പ് എടുത്തു. അപ്പോൾ ഇരുമ്പ് എയറുമായിട്ട് പ്രവർത്തിക്കുകയാണ്, ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എയറിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഇരുമ്പിൻ്റെ ഒരു ഓക്സൈഡ്, അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പ്, അതിനാണ് നമ്മൾ റസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, തുരുമ്പ് എന്നൊക്കെ പറയാം. അയൺ ഓക്സൈഡ് അതിൻ്റെ മുകളിലുണ്ടായി. ഇവിടെ ഉണ്ടായ ഈ അയൺ ഓക്സൈഡിൻ്റെ പ്രത്യേകതയാണ് വളരെ പ്രാധാന്യം. കൊണ്ട് നോക്കി, നേരത്തെ ഉണ്ടായത് നോൺ പോറസ് ആണെങ്കിൽ നോക്കുക, നേരത്തെ ഉണ്ടായത് നോൺ പോറസ് ആണെങ്കിൽ ഇപ്പം ഉണ്ടായത് പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? സുഷിരങ്ങളുള്ള ഓക്സൈഡിൻ്റെ ആവരണമാണ് ഉണ്ടാകുക.
ഓക്കെ. ദെൻ അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇത് പൗഡറിയാണ്, പൊടിഞ്ഞു പോകും. നമുക്കറിയാം, അപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ തുരുമ്പ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓക്സൈഡ് ആവരണങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുള്ളതാണ്? സുഷിരങ്ങളുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ അലൂമിനിയത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെയല്ല, അലൂമിനിയത്തിൻ്റെ മേലെ ഒരു ആവരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റഡ് ആണ്, പിന്നെ വലിയൊരു തരത്തിലുള്ള ഒരു ലോഹനാശനം അവിടെ നടക്കണില്ല. എന്നാൽ ഇരുമ്പിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ആവരണം സുഷിരങ്ങളുള്ളതാണ്, പോറസ് ഉള്ളതാണ്. അപ്പോൾ വീണ്ടും പ്രവർത്തിക്കും. ഇനി ഉണ്ടായത് തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ലോഹനാശനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കൊറോഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നോക്കി ആൻസർ നോക്കി. ഇരുമ്പിൻ്റെ അയണിൻ്റെ സർഫസിൽ, ഓക്കെ, അയണിൻ്റെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയൺ ഓക്സൈഡ് ആണ് കേട്ടോ. അയൺ ഓക്സൈഡ്, ഇവിടെ ഇരുമ്പ് എന്നാണ് ഇതിന് ശ്രദ്ധിക്കുക. ഇരുമ്പിൻ്റെ ഓക്സൈഡ് മാറ്റി എഴുതണം. ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ, അതിനാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയാം. അപ്പോൾ ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ഈ ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ അഥവാ തുരുമ്പ് എങ്ങനെയുള്ളതാണെന്ന് പഠിച്ചു വെക്കണം. സുഷിരങ്ങൾ ഉള്ളതാണ്, അതുപോലെ തന്നെ എന്താണ്? പൊടിയുന്നതുമാണ്. സോ അതിനാൽ ലോഹം പൂർണ്ണമായും നശിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇരുമ്പ് മുഴുവനായിട്ട് നശിച്ചു പോകുന്നത് വരെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അലൂമിനിയം റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഉണ്ടാവുന്ന ഓക്സൈഡ് നോൺ പോറസും തിന്നുമാണ്. ഓക്കെ, സുഷിരങ്ങളില്ല, പിന്നെന്താണ്? അത് നേരിയതാണ്. എന്നാൽ ഇരുമ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓക്സൈഡുകളുടെ പ്രത്യേകത, അത് പോറസ് ആണ്, സുഷിരങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താണ്? പൗഡറാണ്, പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ സുഷിരങ്ങളില്ല. അപ്പോൾ ആ ഒരു ആദ്യം ഉണ്ടായ ആവരണങ്ങൾ പിന്നീടുള്ള നാശനത്തിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തടഞ്ഞു വെക്കും കുറച്ച് സമയമൊക്കെ. എന്നാൽ ഇരുമ്പ് അങ്ങനെയല്ല. ഇരുമ്പിനുണ്ടായ തന്നെ സുഷിരങ്ങളുള്ളതാണ്. ഇനി ഉള്ളത് തന്നെ എന്ത് ചെയ്യാണ്? പൗഡറാണ്, പൊടിഞ്ഞു പോവാണ്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ലോഹനാശനം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പൂർണ്ണമായും നശിക്കുന്നത് വരെ അത് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് രണ്ട് മാറ്റങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ആൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ലോഹനാശനം നടക്കണം. ആ ഒരു കേസിൽ അലൂമിനിയമാണ് ശരിക്കും പെട്ടെന്ന് നശിച്ചു പോകേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ അലൂമിനിയം ഇരുമ്പും കമ്പയർ ചെയ്യുമ്പോൾ ഇരുമ്പാണ് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകുന്നതെന്ന് നമുക്കറിയാം. സോ അതിൻ്റെ കാരണമാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എന്താണ് ലോഹനാശനം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്, ഈ ലോഹനാശനത്തിനെ, ഈ കൊറോഷൻ ഓഫ് മെറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 3 ഘടകങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, പഠിച്ചു വെക്കണം. ഒന്നാമത്തത് എന്തായാലും അതിൻ്റെ സ്വഭാവം തന്നെയാണ്. മെറ്റലിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി മെറ്റൽ. റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും, ഒരു പെട്ടെന്ന് നശിച്ചു പോകും. ക്രിയാശീലം കുറഞ്ഞ ആൾക്കാരുണ്ടാവും, ഒരു പെട്ടെന്ന് നശിച്ചു പോകില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഹത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി മെറ്റൽ. ഓക്കെ, അതൊക്കെയാണ്. രണ്ടാമത്തെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് മോയിസ്ചർ, ഈർപ്പത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ലോഹം പെട്ടെന്ന് നശിച്ചു പോകും. പക്ഷേ എങ്ങനെയുള്ള ഈർപ്പം എന്നാണ് ഇവിടെ പറയുന്നത്? വാതകങ്ങളോ ലവണങ്ങളോ ലയിച്ച ഈർപ്പം. ഓക്കെ, ഗ്യാസസ് അല്ലെങ്കിൽ സാൾട്ട് ഡിസോൾവ് ആയിട്ടുള്ള ഈർപ്പം, മോയിസ്ചർ, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പറയും കോണ്ടാക്റ്റ് വിത്ത് അതർ മെറ്റൽ, മറ്റ് ലോഹങ്ങളുമായുള്ള സമ്പർക്കം കൊറോഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അത് നമ്മൾ വലിയ പുതിയൊരു സാധനമായിരിക്കും. അത് നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നോക്കാം. അപ്പോൾ ഈ 3 പോയിന്റുകൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് കൊറോഷൻ ഓഫ് മെറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഘടകങ്ങൾ. ഓക്കെ, ഫാക്ടേഴ്സ് 3 ഏതൊക്കെയാണ്? ഒന്നാമത്തത് നേച്ചർ ഓഫ് ദി മെറ്റൽ, ലോഹത്തിൻ്റെ സ്വഭാവം. രണ്ടാമത്തത് മോയിസ്ചർ. എങ്ങനത്തെ മോയിസ്ചർ? ഗ്യാസസ് ഓർ സാൾട്ട് ആർ ഡിസോൾവ്ഡ്. ഓക്കെ, വാതകങ്ങളോ ലവണങ്ങളോ ലയിച്ച് ചേർന്ന ഈർപ്പം. ഓക്കെ, മൂന്നാമത്തെ നമുക്കറിയാം കോണ്ടാക്ട് വിത്ത് അതർ മെറ്റൽ, മറ്റു ലോഹങ്ങളുമായുള്ള സമ്പർക്കം, അതും കൊറോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി അല്ല, ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പറയുന്ന ഈ കൊറോഷൻ എന്ന് പറയുന്ന പോർഷനിൽ കാണിക്കുന്ന കോണ്ടാക്ട് വിത്ത് അതർ മെറ്റലുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 2 ടെസ്റ്റ് ട്യൂബുകളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 2 ടെസ്റ്റ് ട്യൂബുകളുടെ ചിത്രമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആ 2 ടെസ്റ്റ് ട്യൂബിലും എടുത്തിട്ടുള്ളത് സോഡിയം ക്ലോറൈഡിൻ്റെ, ശ്രദ്ധിക്കട്ടോ, 2 ടെസ്റ്റ് ട്യൂബിലും എടുത്തിട്ടുള്ളത് സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഡൈല്യൂട്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എന്താണ്? ഇതിലെന്താണുള്ളത്? ഡൈല്യൂട്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇതിലും എന്താണുള്ളത്? ഡൈല്യൂട്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, ഇനി 2 ടെസ്റ്റ് ട്യൂബിലേക്കും ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിലൊരു ആണി കാണാൻ പറ്റും. ഓക്കെ, അത് ഇരുമ്പിൻ്റെ ഒരാണിയാണ്, Fe ആണ്. ഇതിലുള്ളതും എന്ത് തന്നെയാണ്? ഇരുമ്പിൻ്റെ ഒരാണിയാണ്, Fe ആണ്.
ഓക്കെ, അപ്പോൾ രണ്ടിലേക്കും ഇരുമ്പിൻ്റെ ആണികൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോളി, അയൺ നൈൽ റാപ്പിഡ് ഇൻ കോപ്പർ വയർ. ഇതിലുള്ള ഈ ആണിയുടെ പ്രത്യേകത, ഈ ആണിയുടെ മുകളിൽ എന്തുണ്ട്, കോപ്പർ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. കോപ്പറിൻ്റെ ചെമ്പ് കമ്പി ആ ആണിമ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കിട്ട ആണിയുടെ പ്രത്യേകത, നെയിലിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ ആ ആണിക്ക് മുകളിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് എന്താണ്, മെഗ്നീഷ്യമാണ്. എന്താണ് ഇട്ടിട്ടുള്ളത്, മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നടക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ട ഇത്രയുള്ളൂ 2 ടെസ്റ്റ് ട്യൂബ്. ആ 2 ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, സോഡിയം ക്ലോറൈഡിൻ്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ നേർപ്പിച്ച ലായനി. ഓക്കെ, ഒന്നാമത്തേതിലേക്ക് കോപ്പർ കൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത ഒരു ഇരുമ്പിൻ്റെ ആണി, രണ്ടാമത്തിലേക്ക് മെഗ്നീഷ്യം ഇങ്ങനെ ചുറ്റിയെടുത്ത ഒരു ഇരുമ്പിൻ്റെ ആണി. ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. ഇനി ചോദ്യം നോക്കുക. ഒന്നാമത്തെ ഒരു ചോദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി, വിച്ച് ടെസ്റ്റ് ട്യൂബ് അയൺ നൈൽ അണ്ടർഗോ റസ്റ്റിംഗ്. ഓക്കെ, ഏത് ടെസ്റ്റ് ട്യൂബിൽ ആണിയാണ് തുരുമ്പിക്കുന്നത്, പെട്ടെന്ന് തുരുമ്പായി പോകുന്നത്, ഇതിലേത് ടെസ്റ്റ് ട്യൂബിൽ ആണിയായിരിക്കും? ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ അറിയണം. പലരും മാറിപ്പോകും ആൻസർ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബാണ്. അതായത് കോപ്പർ കൊണ്ട് ചുറ്റിയെടുത്ത, ഓക്കെ, കോപ്പർ ചുറ്റിയെടുത്ത അയണിൻ്റെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ആണിയുടെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അതാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, നശിച്ചു പോവുക. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇരുമ്പിൻ്റെ ആണിയുണ്ട്. ഓക്കെ, ഇരുമ്പിൻ്റെ ആണിയുണ്ട്. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്, കോപ്പർ ചുറ്റിയെടുത്തിട്ടുണ്ട്. നോക്കാം. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലോ, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലും ഇരുമ്പിൻ്റെ ആണിയുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ള എന്താണ്, മെഗ്നീഷ്യമാണ്. ഓക്കെ, അപ്പോൾ 2 മെറ്റൽ ഉണ്ട്. ആ 2 മെറ്റലിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 മെറ്റലിനെയും നമ്മൾ ഒരു സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെറ്റൽ മറ്റൊരു മെറ്റലുമായിട്ട് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ വരുന്ന സമയത്ത് ഇതെന്തിനെ പോലെ ആക്ട് ചെയ്യും, ഒരു വോൾട്ടായിക് സെല്ലിനെ പോലെ ആക്ട് ചെയ്യും. എന്തിനെ പോലെ ആക്ട് ചെയ്യും, ഒരു വോൾട്ടായിക് സെല്ലിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് ഏതായാലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനോഡ് ഏതാ, കാഥോഡ് ഏതാണെന്ന് അറിയണം. ചാപ്റ്റർ നമ്പർ 5 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ ആളുകളായിരിക്കും എപ്പോഴും എന്ത്, ആനോഡ്. ഓക്കെ, അപ്പോൾ റിയാക്ടിവിറ്റി ഇതാ കോപ്പർ നോക്കി, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്. ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ, നോക്കി, കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്, കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് അയണിനെ. ഓക്കെ, അപ്പോൾ അയൺ എന്തായിട്ട് പ്രവർത്തിക്കും, അയൺ ആനോഡായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ഈ കോപ്പർ ഇവിടെ എന്തായിരിക്കും, കാഥോഡായിരിക്കും. ആനോഡിന് എന്താ നടക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനോഡിന് എന്താ നടക്കുക, ആനോഡിന് ഓക്സിഡേഷനാണ് നടക്കുക. ആനോഡിന് ഓക്സിഡേഷൻ നടക്കും. എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, അല്ലേ? ഇലക്ട്രോണിനെ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ അയൺ എന്ന് പറയുന്ന ആൾ ശ്രദ്ധിച്ചോളി, അയൺ എന്ന് പറയുന്ന ആൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അങ്ങനെ അയൺ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അവിടെ റിയാക്ഷൻ നടക്കും, ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്, അയണാണ്. അപ്പോൾ ഇവിടെ ആര് പെട്ടെന്ന് നശിച്ചു പോകും, അയൺ പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ രണ്ടാമത്തെ ബീക്കറിൻ്റെ പ്രത്യേകത എന്താ, രണ്ടാമത്തെ ബീക്കറിൽ അയണമ്മ നമ്മൾ ചുറ്റിയിട്ടുള്ളത് എന്താണ്, മെഗ്നീഷ്യമാണ്. ഏതാണ്, മെഗ്നീഷ്യമാണ്. അവിടെ മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ മെഗ്നീഷ്യമായിരിക്കും എന്ത്, ആനോഡ്. അപ്പോൾ മെഗ്നീഷ്യത്തിലാണ് എന്ത് നടക്കുക, ഓക്സിഡേഷൻ. അപ്പോൾ മെഗ്നീഷ്യമാണ് ഇലക്ട്രോണിന് എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. അപ്പോൾ മെഗ്നീഷ്യമാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, നശിച്ചു പോവുക. അപ്പോൾ അവിടെ അയൺ എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. അത് പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ അയൺ സംരക്ഷിച്ച് നിർത്തപ്പെടുന്നുണ്ട്. അയണിനെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. അപ്പോൾ ആലോചിക്കുക, 2 മെറ്റൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ഇതാ നോക്കിയിട്ടാ, എ മെറ്റൽ കമ്മിങ് ടു കോണ്ടാക്ട് വിത്ത് അനദർ മെറ്റൽ. ഒരു ലോഹം മറ്റൊരു ലോഹവുമായിട്ട് സമ്പർക്കത്തിൽ വന്നു. എന്തിൻ്റെ പ്രസൻസിൽ, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വന്നാൽ ഇറ്റ് ആക്ട് ആസ് എ സിമ്പിൾ വോൾട്ടായിക് സെല്ല്. അതൊരു വോൾട്ടായിക് സെല്ലിനെ പോലെ പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ആനോഡും കാഥോഡും ഒക്കെ ഉണ്ടാവും എന്നുള്ളതിനാണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നടക്കും. ഓക്കെ, അപ്പോൾ നോക്കി, ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. മെറ്റൽ ആക്ടിങ് ആസ് ആനോഡ്. ഏതാ ആനോഡാകുക, റിയാക്ടിവിറ്റി കൂടിയത്. ഓക്കെ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്തേക്കരം, ആനോഡ്. ആ ആനോഡാണ് അവിടെ എന്ത് ചെയ്യുക, നശിച്ചു പോവുക. അപ്പോൾ പഠിച്ചു വെച്ചോളി, ആനോഡ് ഡിസ്ട്രോയിഡ്, നശിക്കും. എന്നാൽ കാഥോഡ് എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റഡ്
പ്രൊട്ടക്റ്റഡ്, കാഥോഡ് പ്രൊട്ടക്റ്റും ചെയ്യും, സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ 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 അപ്പോൾ രണ്ട് ഇങ്ങനത്തെ ഒരു കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മെറ്റലിൽ റിയാക്ടിവിറ്റി കൂടിയത് ആനോഡ്, കുറഞ്ഞത് കാഥോഡ്. ആനോഡ് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. കാഥോഡ് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ അപ്പോൾ ഇതിലേക്ക് നോക്കി, നമ്മളെ ഇരുമ്പുമ്മ കോപ്പർ ചുറ്റിയാൽ ആരാ ആനോഡ്? ഇരുമ്പാണ് ആനോഡ്. അപ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിടിച്ച് പോയത് ഏത് ടെസ്റ്റ് ട്യൂബിലാണെന്ന് ചോദിച്ചാൽ ഇതിലാണ്. ഓക്കെ എന്നാൽ ഇവിടെ എന്താ പ്രശ്നം? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താ പ്രശ്നം? ഇരുമ്പുമ്മ ചുറ്റിയത് ആരെയാണ്? മെഗ്നീഷ്യത്തിനാണ്. മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ അവിടെ ആരാണ് ആനോഡ്? മെഗ്നീഷ്യം. ആനോഡാണ് ഡിസ്ട്രോയിഡ്, നശിക്കപ്പെടുക. അപ്പോൾ അവിടെ മെഗ്നീഷ്യമാണ് നശിക്കപ്പെടുക. അപ്പോൾ കാഥോഡ് ആരാ? കാഥോഡ് Fe ആണ്. ആ Fe എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റഡ്, സംരക്ഷിക്കപ്പെടുന്നു. റെഡി. ഇങ്ങനെ നമ്മൾ ആനോഡ് ഉപയോഗിച്ചിട്ട് വേറൊരു മെറ്റൽ ഉപയോഗിച്ചിട്ട് ഈ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ സംരക്ഷിക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. എന്താ പറയുക? കാഥോഡിക് പ്രൊട്ടക്ഷൻ, കാഥോഡിക സംരക്ഷണം എന്ന് പറയും കേട്ടോ. ഓക്കെ മലയാളത്തിൽ തന്നെയാണ് പറയുക. പ്രൊട്ടക്ഷൻ എന്നുള്ളതിന് സംരക്ഷണം എന്ന് പറയും. കാഥോഡിക് സംരക്ഷണം. റെഡി. ഇനി ഇതുമായി ബന്ധപ്പെട്ട അവസാനത്തിൽ നല്ല അടിപൊളി 2 ചോദ്യങ്ങളുണ്ട്. അതിന് ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. റെഡിയാണല്ലോ? അപ്പോൾ എന്താണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? 2 മെറ്റൽ കോൺടാക്റ്റിൽ വരികയാണ്. ഓക്കെ 2 മെറ്റൽ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു മെറ്റൽ ആനോഡായിരിക്കും, ഒരു മെറ്റൽ കാഥോഡായിരിക്കും. പെട്ടെന്ന് നശിച്ചു പോകുക ആരാണ്? ആനോഡ്. അപ്പോൾ കാഥോഡ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇരുമ്പിൻ്റെ മേലെ നമ്മൾ കോപ്പർ ചുറ്റിക്കഴിഞ്ഞാൽ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി ഇരുമ്പിനാണ്. അപ്പോൾ ഇരുമ്പ് ആനോഡ്, ഇരുമ്പ് നശിക്കുന്നു. അപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്ത് പോയി. എന്നാൽ ഇരുമ്പിൻ്റെ മേലെ മെഗ്നീഷ്യം ചുറ്റുമ്പോൾ മെഗ്നീഷ്യമാണ് ആനോഡ്. അപ്പോൾ മെഗ്നീഷ്യമാണ് നശിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റഡ്, സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമുള്ള 2 ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്കി, വൈദ്യുത ആവശ്യങ്ങൾക്കായിട്ട് അലൂമിനിയം കമ്പികളും, ഓക്കെ നമ്മൾ അലൂമിനിയത്തിൻ്റെ വയറും അതുപോലെ തന്നെ കോപ്പറിൻ്റെ വയറും കോപ്പറിൻ്റെ കമ്പികളും തമ്മിൽ കൂട്ടിയിണക്കുന്നതും ഇരുമ്പ് സാമഗ്രികൾ, ഇരുമ്പിൻ്റെ മെറ്റീരിയൽ കോപ്പർ പൈപ്പിങ്ങുമായി യോജിപ്പിക്കുന്നതും നല്ലതല്ല, അതത്ര നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കേസ് മാത്രം നോക്കി. നിങ്ങൾ അലൂമിനിയത്തിൻ്റെ വയറുമേ കോപ്പറിൻ്റെ വയർ ഇങ്ങനെ കണക്റ്റാക്കി, അലൂമിനിയത്തിൻ്റെ വയറുമേ കോപ്പറിൻ്റെ വയർ കണക്റ്റാക്കി. അപ്പോൾ അലൂമിനിയം ഉണ്ട്, കോപ്പറുണ്ട്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? അലൂമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. നോക്കി. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. അലൂമിനിയത്തിൻ്റെ വയർ, ഓക്കെ അലൂമിനിയത്തിൻ്റെ ഒരു വയർ, അതിന്മേൽ നമ്മൾ കോപ്പർ കണക്റ്റഡ് ആക്കുകയാണ്, ഇങ്ങനെ കണക്റ്റ് ആക്കുകയാണ്. ഓക്കെ അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കാം അലൂമിനിയത്തിന്. അപ്പോൾ ആനോഡ് ആരാ? അലൂമിനിയാണ് ആനോഡ്. അപ്പോൾ ആരാ നശിച്ചു പോവുക? അലൂമിനിയം നശിച്ചു പോവും. അലൂമിനിയത്തിന് പെട്ടെന്ന് കൊറോഷൻ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ജോയിൻറ്റ് കട്ടാവും, വൈദ്യുതി പെട്ടെന്ന് പാസ്സാവില്ല. അപ്പോൾ അത് നല്ലതല്ല. ഓക്കെ ദെൻ അടുത്തത് നോക്കി, ഇരുമ്പിൻ്റെ സാമഗ്രികൾ കോപ്പറിൻ്റെ പൈപ്പിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ പാടില്ല. ഇരുമ്പിൻ്റെ സാമഗ്രികൾ കോപ്പറിൻ്റെ പൈപ്പിങ്ങുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? റിയാക്ടിവിറ്റി കൂടുതലായിരിക്കാം ഇരുമ്പിന്. ആനോഡേക്കരം, അത് പെട്ടെന്ന് നശിച്ചു പോവും, നശിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കും. റെഡി. അപ്പോൾ മെറ്റൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഏതെങ്കിലും ഒരു മെറ്റൽ, ഏത് മെറ്റൽ? റിയാക്ടിവിറ്റി കൂടിയ ആനോഡ് എന്ന് പറയുന്ന മെറ്റൽ കൊറോഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. റെഡിയാണല്ലോ? ഓക്കെ ദെൻ ഇനി അടുത്ത് നോക്കി വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. വൈ ആർ സിങ്ക് ഓർ മെഗ്നീഷ്യം ബ്ലോക്ക് ആൾവൈസ് അറ്റാച്ച്ഡ് സീ ബ്രിഡ്ജ് ആൻഡ് ഷിപ്പ് ഹൾ? നോക്കി, കടൽ പാലങ്ങളിലും അതുപോലെ തന്നെ കപ്പലുകളുടെ ചട്ടക്കൂടിലും എപ്പോഴും സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ കട്ടകൾ ഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു കപ്പലാണെന്ന് വിചാരിക്കുക. കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക പ്രധാനമായിട്ടും എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ? അയണാണ്. ഓക്കെ അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പ്രധാനമായും അത് കടലിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇരുമ്പ് പെട്ടെന്ന് ഇങ്ങനെ കൊറോഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴാണ് ഈ കട്ടകളുടെ മുകളിൽ നോക്കി, ഈ കട്ടകളുടെ താഴെ മെഗ്നീഷ്യത്തിൻ്റെയും ഇതാരാണ് മെഗ്നീഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത്? സിങ്കിൻ്റെയോ കട്ടകൾ അവിടെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇവിടെ അയണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് ഒന്നുകിൽ മെഗ്നീഷ്യമാണ്, അല്ലെങ്കിൽ ആരാണ്? സിങ്കാണ്. ഇനി ആരാണെങ്കിലും ഈ അയണിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് മെഗ്നീഷ്യത്തിനും സിങ്കിനും. അപ്പോൾ ഇവരേക്കരം ഇവിടെ എന്തായി പ്രവർത്തിക്കുക? ആനോഡായി പ്രവർത്തിക്കുക. അപ്പോൾ ഇവരേക്കരം ഇവിടെ എന്ത് ചെയ്യുക? നശിച്ചു പോവുക, ഡിസ്ട്രോയ് ആയിട്ട് പോവുക. അപ്പോൾ ആനോഡ് ആ കഥ മെഗ്നീഷ്യവും സിങ്കും നമ്മൾ കപ്പലിൻ്റെ താഴേക്ക് ഇങ്ങനെ പതിപ്പിച്ച് വെക്കുന്ന സമയത്ത് ഇരുമ്പ് എന്ന് പറയുന്ന ഈ കാഥോഡിനെ, കപ്പലിൻ്റെ ഈ ഇരുമ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ ആണല്ലോ? അതിന് വേണ്ടിയിട്ടാണ് മെഗ്നീഷ്യവും അതുപോലെ തന്നെ സിങ്കും എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച പ്രോസസ്സിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് പറയാൻ പറ്റും. എന്താണ് ഈ പ്രോസസ്സിൻ്റെ പേര്? കാഥോഡിക് പ്രൊട്ടക്ഷൻ. എന്താണ് പേര്? കാഥോഡിക് പ്രൊട്ടക്ഷൻ. കാഥോഡിനെ സംരക്ഷിച്ച് നിർത്തുക.
അപ്പോൾ ആര് നശിച്ചു പോകും? ആനോഡ് നശിച്ചു പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്ന ഭാഗത്ത് ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിന് എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് നടന്നാൽ, ഒരു രാസമാറ്റം നടന്നാൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? കൊറോഷൻ എന്ന് പറയാം. റെഡി. റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലം കൂടിയ ആൾക്കാർ പെട്ടെന്ന് നശിച്ചു പോകും. കാരണം എന്താ? അവർ പെട്ടെന്ന് റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പോൾ കൊറോഷൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കും. എന്നാൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്ക് കൊറോഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അലൂമിനിയം പെട്ടെന്ന് റിയാക്ടിവിറ്റി കൂടിയ ആൾ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അലൂമിനിയത്തിൻ്റെ മുകളിലുണ്ടാകുന്ന ഓക്സൈഡുകളുടെ പ്രത്യേകത അത് നോൺ പോറസും തിന്നുമാണ്, സുഷിരങ്ങളില്ലാത്തതും നേരിയതുമാണ്. അപ്പോൾ പിന്നീടുള്ള ലോഹനാശനത്തിനെ അതെന്ത് ചെയ്യുന്നു? തടഞ്ഞു വെക്കുന്നു. എന്നാൽ ഇരുമ്പാണെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ മുകളിലുണ്ടാകുന്ന ഓക്സൈഡുകളുടെ പ്രത്യേകത അത് പോറസും പൗഡറുമാണ്, സുഷിരങ്ങളുള്ളതും പൊടിഞ്ഞു പോകുന്നതുമാണ്. അതുകൊണ്ട് അതാ ഇരുമ്പ് തീരുന്ന വരെ അതിങ്ങനെ ആ പ്രോസസ്സ്, ലോഹനാശനം അഥവാ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അത് റെസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് നശിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് കൊറോഷനെ, ലോഹനാശനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടർ: നേച്ചർ ഓഫ് മെറ്റൽ, ലോഹത്തിൻ്റെ സ്വഭാവം; രണ്ടാമത്തത് മോയിസ്ചർ, എങ്ങനത്തെ മോയിസ്ചർ? ലവണങ്ങളോ വാതകങ്ങളോ ലയിച്ചു ചേർന്ന ഈർപ്പം. ഓക്കെ. മൂന്നാമത്തത് മറ്റു ലോഹങ്ങളുമായുള്ള സമ്പർക്കം. ഓക്കെ. മറ്റു ലോഹങ്ങളുമായുള്ള സമ്പർക്കത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. 2 ലോഹങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാൽ അവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കും, അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അത് നശിച്ചു പോകും. അപ്പോൾ അവിടെ ആനോഡ് ഡിസ്ട്രോയിഡ്, നശിക്കുന്നു. കാഥോഡ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റഡ്, സംരക്ഷിക്കപ്പെടുന്നു. സോ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് കാഥോഡിക് പ്രൊട്ടക്ഷൻ അഥവാ കാഥോഡിക് സംരക്ഷണം എന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ കാരണം എന്താണ്? കൊറോഷൻ നടക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഒന്നാമത്തിൻ്റെ കാരണം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തിൻ്റെ കാരണം എന്തിനാണ് ഈ കപ്പലുകളുടെ താഴെ സിങ്കിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ ബ്ലോക്ക് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ കാഥോഡിക് പ്രൊട്ടക്ഷനാണ്. ഇരുമ്പിനെ കാഥോഡാക്കി വെച്ചിട്ട് ആ കാഥോഡിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ മെഗ്നീഷ്യം, സിങ്ക് പോലത്തെ ആനോട് പതുക്കെ അങ്ങനെ എന്ത് ചെയ്യും? നശിച്ചു പോകും. പക്ഷേ ഇരുമ്പ് എന്തായിരിക്കും? സേഫ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ 6ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗം. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുമ്പിൻ്റെ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇരുമ്പിൻ്റെയും സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും നിർമ്മാണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഈ കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതും ക്ലിയറായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി 7ാമത്തെ ചാപ്റ്ററിലെ മറ്റു വീഡിയോകളുമായി കാണുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റൈ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.